നമുക്ക് ഇന്നത്തെ വീഡിയോയിലൊക്കെ പോയാലോ. അപ്പോൾ നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ്. പിന്നെ എന്താ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ്. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഇതിലേക്ക് കുറച്ചുപ്പ്, പിന്നെ ഡാൽഡ നല്ലോണം മിക്സ് ചെയ്യാം. ചപ്പാത്തി കഴിക്കാൻ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുക. ചൂടുവെള്ളം ഇത് കുറച്ച് സമയം വെക്കാം. അടുത്ത പരിപാടി ചിക്കൻ. ഇന്നലത്തെ ചിക്കനിൽ കുറച്ച് ബാക്കിയിട്ട് നമുക്കിന്നൊരു കറിയാക്കാം. ഞാനൊരു കുക്കറിൽ ചിക്കൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾ, കുറച്ച് വെളിച്ചെണ്ണ എല്ലാം കൂട്ടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കണേ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. നമുക്ക് അതിലേക്ക് വേണ്ട ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്തിട്ട് വേഗം വരും. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് മിക്സിയിൽ അടിച്ചതാണ്. ഇത് നമുക്ക് ഇതിലിട്ട് നല്ലോണം വഴറ്റാം. നല്ലോണം സിമ്മിലിട്ടിട്ട് നല്ലോണം വഴറ്റാം. ഇതിലേക്ക് ഇനി വലിയുള്ളി, തക്കാളി എല്ലാം കട്ട് ചെയ്തിട്ട് നന്നായി വഴച്ചെടുക്കുക. ഇത് കുറച്ച് സമയം നല്ലോണം വാടും. നമുക്ക് ചപ്പാത്തി നമ്മുടെ ചപ്പാത്തിന്റെ മാവ് എടുത്തിട്ട് നമുക്കിത് ചുറ്റും. നമ്മുടെ ചപ്പാത്തിന്റെ മാവ് ഞാൻ നല്ലോണം കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളിയെല്ലാം നല്ലോണം വഴറ്റിന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചുപ്പ് പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി കുറച്ച് അധികം ഇടണം കേട്ടോ. പിന്നെ കറിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് പച്ച മണം മാറുന്നത് വരെ വഴറ്റുക. കുറച്ച് വെളിച്ചെണ്ണ ഇട്ടോ, കുറച്ച് വെളിച്ചെണ്ണ. ഇപ്പൊ നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം റെഡിയായി. ഇതിലേക്ക് നമുക്ക് വേവിച്ച ചിക്കൻ
ചിക്കൻ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം. ഇല്ല, നമ്മളെ ചിക്കൻ കറി റെഡിയായി. നമുക്ക് വേഗം ചപ്പാത്തി വെക്കാം. സമയം 7:30, 8:15 റെഡിയാവണം. വേഗം പരത്തി അങ്ങനെ ഒരു ചപ്പാത്തി. ഇന്ന് തന്നെ ചപ്പാത്തി ചുട്ട് സഹായിക്കുന്നത് അല്ലൂട്ടനാണ്. അല്ലൂട്ടാ ഒരു നാണം. നല്ലൂട്ടനാണ് ചപ്പാത്തി ചുട്ട് സഹായിക്കുന്നത്. അങ്ങനെ അല്ലൂട്ട മാറി പടുത്തി അലത്തിയിട്ട ചപ്പാത്തിയുടെ അല്ലൂട്ടനെ സ്കൂളിൽ പോകാനുള്ള സമയമായി. അതുകൊണ്ട് അല്ലു പോയി അടുത്ത ആൾ വന്ന് ചപ്പാത്തിയുടെ കഴിക്കറേ. അപ്പൊ അങ്ങനെ എല്ലാരും പോയി. ഇനിയിപ്പോ ചപ്പാത്തി ചുട്ടൽ ഞാൻ തന്നെ തുടങ്ങിയിട്ടുണ്ട്. വേഗം ചപ്പാത്തി ചുട്ടിട്ട് എടുക്കട്ടെ. ഇന്ന് ഉച്ചക്ക് ഞാൻ ചെമ്മീനിന്റെ കറി ഉണ്ടാക്കുന്നു. ചെമ്മീൻ അരച്ചിട്ട് വെക്കുക. എനിക്കെന്താ വിരോധം എന്താ ഒരു വിരോധമില്ല. എല്ലാം ടേസ്റ്റുള്ള ഭക്ഷണം ബന്ധിനെ വിരോധിക്കണല്ലേ. ബൈ 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 ബൈ. ബൈ ബൈ. നമുക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കിയാലോ? എന്നാ എൻ്റെ ഭക്ഷണം ചപ്പാത്തിയും ചിക്കനും കട്ടൻ ചായ. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി ഉച്ചക്കത്തെ ഉണക്കച്ചുമി കറി. അത് ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് മിക്സ് ചെയ്യണം ജാറിൽ. ഇതിലേക്ക് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഞാൻ പുളിവെള്ളം കലക്കി വെച്ചതാണ്. പുളിവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചിടും. അപ്പൊ ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തിടാം. പിന്നെ തക്കാളി പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ഉപ്പ് ഇട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് നല്ലോണം ഞരട്. ഇതില് നമ്മൾ അരച്ചു വെച്ച തേങ്ങ അരച്ചു വെച്ചില്ലേ, ഇതിലേക്ക് കൊടുക്കുക. വെള്ളം വെക്കാം. ഇത് നമുക്ക് ഗ്യാസിൽ വെച്ച് കത്തിക്കാം. അപ്പൊ അത് നല്ലോണം തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ച ഉണക്കച്ചെമ്മീൻ അതിലിട്ട് അത് നല്ലോണം തിളക്കട്ടെ. അപ്പോൾ മീൻകറി തിളക്കുമ്പോൾ നമുക്ക് ഈ പച്ചക്കറി മുറിച്ചിടാം. ഉപ്പേരി ഉണ്ടാക്കാം. ഞാൻ ഇത് മുറിച്ചിട്ടിട്ട് കറി ഇതാ തിളച്ചിടാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉണക്കച്ചെമ്മീൻ ഇടാം.
കുറച്ച് സമയം ഒന്നും കൂടി തിളക്കണം. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. സമയത്ത് നമുക്കിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. ഇതിലേക്ക് പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇടാം. പിന്നെ വറ്റൽമുളക് ഇടുക. ഓക്കെ, കുറച്ച് കറിവേപ്പില. ഇത് ചട്ടിയിൽ നമ്മുടെ വറുത്ത ചെമ്മീൻ കറി റെഡിയായി. ഇനി അടുത്തത് പച്ചക്കറിപ്പൊടി. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടി. ഇനി ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും നല്ലോണം ഇതിലേക്ക് കുറച്ച് കടുക്, സോറി ഉപ്പിടുക, കടുവല്ല ഉപ്പ്, കുറച്ച് ഉപ്പിടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നല്ലോണം അരച്ച്. ഇനി അരിഞ്ഞു വെച്ച പച്ചക്കറിയിലേക്ക് ഇതിന് സിമ്മിലിട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. എൻ്റെ പച്ചക്കായ നല്ലോണം വെന്ത് കേട്ടാ. ഇതിലേക്ക് കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് കറിവേപ്പില. എൻ്റെ കറിവേപ്പില കഴിഞ്ഞ് പറിക്കണം. ലാസ്റ്റ് ഒന്നും കൂടെ ഇളക്കി നമുക്ക് അടച്ചു വെക്കാം. ബൈ ബൈ.